ഇന്ന് ജയിൽ നോമിനേഷൻ്റെ സമയത്ത് ഒരു തർക്കം ഉണ്ടായി. രേണു സുധിയെ ഇഡിയറ്റ്സ് എന്ന് ജിസേൽ വിളിച്ചെന്ന് ഒരു വിഭാഗവും അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല എന്ന് ജിസേലും പറയുന്നുണ്ട്. രേണു സുധിക്ക് പാവം ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ജിസേൽ എന്താ പറഞ്ഞതെന്ന് രേണു സുധിക്ക് മനസ്സിലായുമില്ല. ജിസേൽ രേണുവിനെ സോപ്പിടുകയാണ്. അവളങ്ങനെ പറഞ്ഞില്ല, കേക്ക് തന്നതല്ലേ, അപ്പം അങ്ങനെയൊന്നും പറയില്ല എന്നുള്ളൊരു സ്റ്റാൻഡാണ് ജിസേൽ പറഞ്ഞത്. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. No, you are not supposed to give it without asking me. You have given them ice cream, that is okay, but you can't give them Kaju Katli without the team coming back. There are 7 people who are working hard. These idiots are sleeping here. So why should you give this to them? I don't understand that. We gave one piece for Dave. She will not die if she doesn't have Kaju Katli today. കേട്ടല്ലോ, ഇന്ന് അവരത് കഴിച്ചില്ല എന്ന് വെച്ച് ചത്തൊന്നും പോകില്ലല്ലോ എന്നും കൂടിയാണ് ലാസ്റ്റ് ചോദിച്ചത്. ഈ മലയാളം ബിഗ് ബോസിൽ നിരന്തരം ഇവരെന്തിനാണ് ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. സീസൺ 4 റിയാസ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വലിയ വാണിംഗ് ഒക്കെ കൊടുക്കാൻ ആളുണ്ടായിരുന്നു, ലാലേട്ടനടക്കം. ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടില്ല, മലയാളം ബിഗ് ബോസ് അല്ലേ, അപ്പോൾ ഇവർക്ക് എന്തു ആകാം. രേണു സുധിയെ പോലുള്ള ഇംഗ്ലീഷ് അറിയാത്ത പാവപ്പെട്ട വീട്ടമ്മമാർ, ഈ പ്രോഗ്രാം കാണുന്നവർ ഇതെങ്ങനെ മനസ്സിലാക്കിയെടുക്കും? ജിസേലിൻ്റെ തനി സ്വഭാവം എങ്ങനെ മനസ്സിലാക്കും?